സ്പോർട്സിനെ അങ്ങോട്ട് വളർത്തുന്നില്ല. അത് ഫാമിലിയിൽ നിന്നാണോ അതോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണോ, എവിടെ നിന്നാണ് അത് തുടങ്ങേണ്ടെന്നൊരു ഒരു തോട്ട്? അല്ല, ഞാൻ ബീങ് എ ഹോക്കി പ്ലെയർ പറയുകയാണെങ്കിൽ ഹോക്കിയെ വളർത്തുന്നില്ല എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും. കാരണം ഞങ്ങളായിരുന്ന സമയത്തും ജോലി കിട്ടാനൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര പാടായിരുന്നു. ഈവൻ ലിറ്റിഗേഷനൊക്കെ പോയിട്ടാണ് കുറേ ആൾക്കാർ, ഇപ്പോൾ സെക്രട്ടേറിയറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ലിറ്റിഗേഷനിൽ കൂടെ കയറിയ കുറേ ആൾക്കാരുണ്ട്. ഹോക്കി എന്ന് പറയുന്ന ഒരു ഗെയിം ശരിക്കും പറഞ്ഞാൽ അത് കളിച്ചു തുടങ്ങിയാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു ലഹരിയാണ്. അത് നമ്മൾ കളിക്കും. അപ്പോൾ നമ്മൾ ജോലി കിട്ടിയില്ലെങ്കിലും നമ്മൾ കളിക്കും എന്നുള്ളതാണ്. പക്ഷെ ഒരു ജോലിക്കായിട്ടൊരു സപ്പോർട്ട് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നോ അങ്ങനെയൊന്നും വരുന്നില്ല. അതേസമയം ഫുട്ബോള്, ക്രിക്കറ്റ് അതിനൊക്കെ ഇഷ്ടംപോലെ ഫണ്ടും ഉണ്ട്, അതൊക്കെ കളിക്കാൻ ആൾക്കാരും ഉണ്ട്. അപ്പോൾ എന്താ അവരിലൊക്കെ വരുന്നത്, മേ ബി ഇവരൊക്കെ ഇപ്പം ഇത് പറഞ്ഞത് കൊണ്ട് ഫുട്ബോൾ ആണെങ്കിലും ഇപ്പം ലാസ്റ്റ് ഇപ്പം വേൾഡ് കപ്പ് ആ ഒരു സമയത്ത് ഒരു കോൺട്രവേഴ്സി നടക്കുന്നുണ്ട്. ക്രിക്കറ്റിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് തലത്തിലും. ഇപ്പം സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിലും. പക്ഷെ ഫുട്ബോളിന് പോലും സപ്പോർട്ട് അത്രയ്ക്കില്ല. ഫുട്ബോളിന് ഞാൻ ചോദിക്കുന്ന എൻ്റെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എവിടെ നിന്ന് തുടങ്ങണം, മാറ്റം വരേണ്ടത് എവിടെ നിന്നാണെന്ന് തോന്നുന്നു? മാറ്റം ശരിക്കും ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ ഒരു മാറ്റവും നടക്കില്ല. കാരണം ഗവൺമെൻറ് എല്ലാ സ്പോർട്ടിനെയും ഈക്വലി കണ്ടിട്ട് വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇപ്പോൾ ചില സ്പോർട്ടിന് ഭയങ്കര സപ്പോർട്ട് കിട്ടുന്നു. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ ചില അസോസിയേഷനുകൾക്ക് നല്ല ഫണ്ടുണ്ട്. അപ്പോൾ ഫണ്ട് ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, എല്ലാ പിള്ളേരും വെൽ ടു ഡു ഫാമിലിയിൽ നിന്നായിരിക്കില്ല. നമുക്കൊരു സ്റ്റിക്ക് വേണമെങ്കിൽ തന്നെ ഒരു 1500 രൂപ കുറഞ്ഞത് വേണം, നല്ലൊരു സ്റ്റിക്കും കൊണ്ട് സ്റ്റാർട്ട് ചെയ്യണേ. ഹോക്കി ആണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു ബോൾ മാത്രം മതി, അത് ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ കളിക്കാം. ഹോക്കി അങ്ങനെ നമുക്ക് കളിക്കാൻ പറ്റില്ല, വി ഹാവ് ടു ഹാവ് അവർ ഓൺ സ്റ്റിക്ക്. അതിനുള്ള ഫണ്ട് അറ്റ്ലീസ്റ്റ് അസോസിയേഷൻ നമുക്ക് തരണം. ഇല്ലെങ്കിൽ അത് കൊടുക്കാൻ പറ്റുന്ന പേരൻസ് ആയിരിക്കണം. ഇല്ലെങ്കിൽ ആരെങ്കിലും സപ്പോർട്ട് ചെയ്ത് കുറച്ച് സ്റ്റിക്കും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചു കൊടുത്ത സ്പോൺസർഷിപ്പ് ഉണ്ടെങ്കിൽ ആ ഗെയിമിനെ വളർത്തിക്കൊണ്ട് വരാൻ പറ്റും. മറ്റേത് വെച്ചാൽ ഒരു ബോളും കൊണ്ട് കളിക്കാം, ഷിങ്കാർഡും ഷൂസും അതൊക്കെ ചെയ്യാൻ ആൾക്കാരുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇത്രയും നല്ലൊരു ഗെയിമിന് ഒരു സപ്പോർട്ടും കിട്ടുന്നില്ല എന്നുള്ളതാണ്.